തിരുവനന്തപുരം നന്ദിയോടുകാർക്ക് തുരുത്തെന്നാൽ ഒറ്റപ്പെട്ട ഒരിടമല്ല, ഒറ്റപ്പെട്ടു പോയവരുടെ അഭയകേന്ദ്രമാണ്. തുരുത്തെന്ന പേര് അന്വർത്ഥമാക്കുകയാണ് വയോജനങ്ങൾക്കായുള്ള ഈ കൂട്ടായ്മ. ജീവിതത്തിൽ മക്കളാൽ ഒറ്റപ്പെട്ടു പോയവരുടെ അഭയകേന്ദ്രമാണ് നെടുമങ്ങാട് നന്ദിയോട് പച്ച കേന്ദ്രമാക്കിയുള്ള തുരുത്തെന്ന കൂട്ടായ്മ. മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ എത്രയോ കുട്ടികളാണ് ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത്. അതിനു സമാനമാണ് പോറ്റി വളർത്തി വലുതാക്കിയ മക്കൾ സ്വന്തം കാര്യം നോക്കുമ്പോൾ ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾ. അത്തരത്തിലുള്ള വയോജനങ്ങൾക്ക് കൈത്താങ്ങാവുകയാണ് നന്ദിയോട് സതീശനും സംഘവും. ഓരോ സ്ഥലത്തുമാണ് ഞങ്ങളെ കൊണ്ടുപോണത്. ഇതുപോലെ ഒരു സ്ഥലത്തും കൊണ്ടുപോകാതെ ഉള്ള സ്ഥലമായിരുന്നു. ഞങ്ങളങ്ങും പോയിട്ടുമില്ല. ഇപ്പൊ ഞങ്ങൾ ഈ എല്ലാ സ്ഥലങ്ങളും കാണുന്നു. ലുലുമാള്, കോവിലുകള്, ഓരോ തവണ ഓരോ സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോകുന്നു. ഇപ്പൊ ഞങ്ങൾ വന്നത് പൊന്മുടി. ഒരു വയോജനത്തിനും കൂടി എത്തിയതോടെ തുരുത്തെന്ന കൂട്ടായ്മയുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് മാതൃകയാവുകയാണ്. ഇത്തവണത്തെ വയോജന ദിനം ഇവർ ആഘോഷമാക്കാൻ എത്തിയത് കോടമഞ്ഞിന്റെ പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന പൊന്മുടിയിലായിരുന്നു. ചിറകുകൊഴിഞ്ഞ മോഹങ്ങളുമായി 4 ചുവരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ട ഒറ്റയ്ക്കും ഒറ്റപ്പെട്ടും കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങാണ് തുരുത്ത്. അത്തരത്തിൽപ്പെട്ട 32 വയോജനങ്ങളെയും അവർക്ക് താങ്ങായി 12 കുട്ടികളുമായാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. തുരുത്ത് ചെയർമാൻ നന്ദിയോട് സതീശൻ, വയോജന കൂട്ടായ്മ പ്രസിഡന്റ് വേലുക്കുട്ടി നായർ, വൈസ് പ്രസിഡന്റ് ശ്രീധരൻ തുടങ്ങിയവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. ഇതിനു പുറമെ വയോജനങ്ങൾ ബാധ്യതയാകുമ്പോൾ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടാതെ അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ കഴിയാനുള്ള സാഹചര്യവും തുരുത്ത് ലക്ഷ്യമിടുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.